ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറ്റാലിയൻ പിസ്സ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. പൊതുവേ എല്ലാവരും പറയും പിസ്സയിൽ ഒറിഗാനോ ചേർക്കണം, മോസറല്ല ചീസ് ചേർക്കണം, അതൊക്കെ കുറേ എക്സ്പെൻസീവ് ആണ് എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഒറിഗാനോയും അതുപോലെ തന്നെ മോസറല്ല ചീസ് അതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇറ്റാലിയൻ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഉപ്പും മൈദയും കൂടി ഞാൻ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ചൂടുവെള്ളം എടുക്കുക. നല്ല ചൂടുവെള്ളം വേണ്ട, ചെറിയ ചൂട് മതിയാവും. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കുക. ഇനി ഈസ്റ്റ് ഇത് ഒരു പാത്രം കൊണ്ട് മൂടി മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഈ ഒരു ഈസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴയ്ക്കുക. വളരെ നന്നായിട്ട് കുഴയ്ക്കണം. സോഫ്റ്റായിട്ട് കിട്ടണം നമുക്ക് ഈ മാവ്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാവ് അതിനേക്കാൾ ഒരു ഇത്തിരി കൂടി ലൂസായിട്ട് വരണം. അപ്പോൾ നന്നായി കുഴച്ചെടുത്ത ഈ ഒരു മാവ് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മൂടി വയ്ക്കുക, നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സയുടെ മുകളിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ പിസ്സ സോസേജ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇതുപോലെ നെടുകെ കീറിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് തക്കാളി, സവാള, വെളുത്തുള്ളി ഇത് 3ഉം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു പകരം പാൻ നന്നായി ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതിയാകും. അതല്ല എങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇങ്ങനെ സ്ലൈസ് ചെയ്യാം. തൊലിയോട് കൂടി സ്ലൈസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നു. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. അപ്പോൾ ഇത് 3ഉം ലോ ഫ്ലെയിമിൽ തന്നെ കുക്കായി വരട്ടെ. വേണമെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ചുരുങ്ങി നന്നായിട്ട് ഈ ഒരു മിക്സിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വളരെ ചുരുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാകും. 1/2 ടീസ്പൂൺ മതി. ഇതിന് ശേഷം നമുക്ക് മുളകൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കടയിൽ നിന്ന് വാങ്ങിക്കാം. അതല്ല എങ്കിൽ ഒറിഗാനോ വീട്ടിലുണ്ടാക്കാവുന്നതാണ്, വളരെ എളുപ്പമാണ്. കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുക്കുക. കുറച്ച് തുളസിയുടെ ഇല എടുക്കുക. തുളസിയുടെ ഇല പനിക്കൂർക്കയുടെ ഇലയേക്കാൾ കുറഞ്ഞിരിക്കണം. ഇനി പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കുറച്ച് എടുക്കുക. അപ്പോൾ ഈ 3 ഇലകൾ കിട്ടിയില്ല എങ്കിൽ 3 ഐറ്റംസും കിട്ടിയില്ല എങ്കിൽ പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും മാത്രം മതിയാകും. പുതിനയില ഇല്ല എങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഈ 3 ഇലകളും വൃത്തിയായി കഴുകിയതിന് ശേഷം വെള്ളം നന്നായി തുടച്ച് കളയുക. അതിനുശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്നുകിൽ മൈക്രോവേവിലിട്ട് നമുക്ക് ഇത് ഒന്ന് പൊരിഞ്ഞെടുക്കാം, ഇലയൊന്ന് പൊരിച്ചെടുക്കാം. അതല്ല എങ്കിൽ സാധാരണ പാനിൽ വെച്ച് ഇലകൾ നന്നായി പൊരിഞ്ഞു വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുമ്പോൾ ഇലയൊക്കെ ഒന്ന് കിലുങ്ങുന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്തണം. അതുവരേക്കും ഇല നന്നായിട്ട്
ചൂടായി വരട്ടെ. അപ്പോൾ നന്നായിട്ട് ചുരുങ്ങി വരും. ഇനി കൈകൊണ്ടൊന്ന് നമ്മളൊന്ന് ഞെരടി കൊടുത്താൽ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊടിയായിട്ട് ലഭിക്കും. ആ ഒരു അവസ്ഥ വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഇല നന്നായിട്ട് ചുരുങ്ങി വന്നാൽ, ഉണങ്ങി വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി കയ്യിലിട്ട് ആ ഇല നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പൗഡർ ഫോമിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒറിഗാനോ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ തക്കാളി മിക്സിലേക്ക് ഒറിഗാനോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ഇളക്കുക. അതിനുശേഷം ഒന്ന് തണുത്ത് വരുമ്പോൾ തക്കാളി, സവാള, വെളുത്തുള്ളി, ഒറിഗാനോ, പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയാണ്. ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. വളരെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വേണം അരച്ചെടുക്കുന്നത്. ഈ ഒരു സോസേജ് അരയ്ക്കുവാൻ വേണ്ടി വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കുറഞ്ഞ അളവിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒത്തിരി ലൂസായിട്ട് അരച്ചെടുക്കരുത്. ഇപ്പോൾ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന മാവ് 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാങ്ങിക്കാൻ കിട്ടുന്ന ട്രേയിൽ വെച്ച് മൈക്രോവേവിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ഒരു ഫ്രൈങ് പാൻ ഉപയോഗിച്ചും പ്രഷർ കുക്കർ ഉപയോഗിച്ചും പിസ്സ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് മൈക്രോവേവിലാണ്. എങ്കിലും ഫ്രൈങ് പാൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഫ്രൈങ് പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ അതിൽ എണ്ണ തേച്ചതിന് ശേഷം ഈ പിസ്സ മാവ് അതിലേക്ക് റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുക്കുക. അടിഭാഗം വെന്തതിന് ശേഷം മുകൾ ഭാഗം വെന്ത് വരുന്നതിന് വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും വെന്ത് കഴിയുമ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസേജ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പരത്തി തേച്ച് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് മോസറല്ല ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. മോസറല്ല ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി ഇതിന് മുകളിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ചിലർ മുട്ട പുഴുങ്ങിയത് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി എന്താ പറയുക, ചിക്കൻ ചേർത്ത് കൊടുക്കണമെങ്കിൽ, അതായത് നോൺ വെജ് പിസ്സയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെജാണ്, അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായി 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി വിതറി കൊടുക്കാം. ഇനി ഇത്തിരി കുരുമുളക് പൊടിച്ചത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുകളിലേക്ക് ചെറുതായിട്ട് വിതറി കൊടുക്കാം. ഓക്കെ, ഇനി അടച്ച് വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. നമ്മൾ ചേർത്തിരിക്കുന്ന മോസറല്ല ചീസ് അതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ടാവും. നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്രേഗ്രൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് പാനിൽ നിന്നും പിസ്സ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ എല്ലാവരും പിസ്സ തയ്യാറാക്കി നോക്കുക.